പശ്ചിമ ബംഗാളിന്റെ ഉത്തര ജില്ലകളായ ഡാർജിലിംഗ്, കലിംപോങ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ചുരുങ്ങിയത് 20 ജീവനാശവും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായതായി വൈകിയെത്തിയ വാർത്തകൾ സൂചിപ്പിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ദുഷ്കരമായ ഈ കിഴക്കൻ ഹിമാലയ പർവ്വത പ്രദേശത്തെ ജീവനാശവും ദുരന്തത്തിന്റെ വ്യാപ്തിയും വ്യക്തമാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. നേപ്പാളിലെ ഇലം ജില്ലയിൽ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് 47 ജീവനുകളെങ്കിലും പൊലിഞ്ഞതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മേഘവിസ്ഫോടനങ്ങൾ, പൊടുന്നനെയുള്ള വെള്ളപ്പൊക്കം, വിനാശകരമായ മണ്ണിടിച്ചിൽ തുടങ്ങിയവയും വൻതോതിലുള്ള ജീവനാശവും ഭീമമായ നാശനഷ്ടങ്ങളും ഹിമാലയ പർവ്വത മേഖലയിൽ ജമ്മു കശ്മീർ മുതൽ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ വരെ മൺസൂൺ കാലത്ത് ദൈനംദിന സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് വ്യാപകമാണെന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങളുടെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ലാത്ത കേരളത്തോട് വിശേഷിച്ച് വിവരിക്കേണ്ടതില്ല. എന്നാൽ പ്രവിശാലമായ ഹിമാലയൻ മേഖല അഭൂതപൂർവമായ പ്രകൃതി ദുരന്തങ്ങളുടെ നിരന്തര ഭീഷണിയിലാണ്. അതിനെ പ്രകൃതി ദുരന്തമെന്ന് വിളിക്കുന്നത് അനുചിതമാണെന്നാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ നിന്ന് വരുന്ന ദുരന്ത വാർത്തകളുടെ കുത്തൊഴുക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പരിസ്ഥിതി ലോല ഹിമാലയൻ പർവ്വത മേഖലയിലെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ ഇടവേളകളില്ലാതെ ആവർത്തിക്കുന്ന ദുരന്ത പരമ്പരകൾ പ്രകൃതി ദുരന്തം എന്നതിലേറെ മനുഷ്യനിർമ്മിത വിനാശങ്ങളാണെന്ന് അവിടുത്തെ ജനങ്ങളും ശാസ്ത്രലോകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. അതീവ പരിസ്ഥിതി ലോലമായ ഈ മേഖലയിൽ മനുഷ്യർ നടത്തുന്ന അനിയന്ത്രിതമായ ഇടപെടലുകളാണ് പ്രകൃതി ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് അനിഷേധ്യമായ വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ അറിവോടും മിക്കപ്പോഴും ഒത്താശയോടും നടക്കുന്ന അനധികൃതവും അശാസ്ത്രീയവുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഭൂമി കൈയേറ്റം, വിനോദത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും പേരിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സഞ്ചാരികളുടെ തള്ളിക്കയറ്റം, സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും പ്രതിരോധത്തിന്റെയും പേരിൽ നടപ്പാക്കുന്ന കൂറ്റൻ പദ്ധതികൾ, പരമ്പരാഗത കൃഷിരീതികളിൽ നിന്നും മാറി പ്രകൃതിക്ക് തെല്ലും യോജിക്കാത്ത കാർഷിക പരിഷ്കാരങ്ങൾ, ഇവയുടെ എല്ലാം പേരിൽ നടക്കുന്ന വൻതോതിലുള്ള വന വൃക്ഷ നശീകരണം എന്നിവയാണ് ഇന്നത്തെ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കുന്നത്. വൈദ്യുതി ഉൽപാദനം, ജലസംഭരണം എന്നിവയുടെ പേരിൽ നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ മിക്കതും ഹിമാലയത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും തെല്ലും യോജിച്ചതല്ലെന്ന മുന്നറിയിപ്പുകൾ അപ്പാടെ അവഗണിക്കപ്പെടുന്നു. വിനോദസഞ്ചാരത്തിന്റെയും തീർത്ഥാടനത്തിന്റെയും പേരിൽ പർവ്വതങ്ങളെ അപായകരമായി വെട്ടിമുറിച്ചും തുരങ്കങ്ങൾ നിർമ്മിച്ചും നടത്തുന്ന പാത നിർമ്മാണങ്ങൾ അപരിഹാസ്യമായ വിപത്തുകളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. കേദാർനാഥ്, ബദ്രിനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന 839 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചാർധാം ദേശീയപാതയിൽ ഇതിനകം 811 മണ്ണിടിച്ചിലുകൾ ഉണ്ടായതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പരിസ്ഥിതി ആഘാത പഠനമടക്കമുള്ള അജ്ഞാപകമായ മാനദണ്ഡങ്ങളെല്ലാം മറികടന്നാണ് ഇത്തരം പദ്ധതികൾ ഓരോന്നും നടപ്പാക്കുന്നത്. ചാർധാം പദ്ധതി പൂർത്തിയാവുമ്പോൾ ദേവദാരു, പൂവരശ്, ഓക്ക് തുടങ്ങി സാവധാനം വളരുന്നതും ദീർഘായുസ്സുള്ളതും മണ്ണിന് ഉറപ്പേകുന്നതുമായ 50,000 വൃക്ഷങ്ങളെങ്കിലും വെട്ടിനീക്കപ്പെടും. 2019 സുപ്രീം കോടതി നിയോഗിച്ച സർക്കാരിലെയും സ്വതന്ത്രരുമായ വിദഗ്ധരുടെ ഒരു സമിതി ഈ പദ്ധതി ആസൂത്രണ രഹിതവും അശാസ്ത്രീയവുമാണെന്ന് കണ്ടെത്തിയിരുന്നു. പദ്ധതിയിൽ ഉടനീളമായി 150-ലധികം മണ്ണിടിച്ചിൽ മേഖലകൾ ഉണ്ടായിരിക്കുമെന്നും പഠനം പറയുന്നു. ജനങ്ങളുടെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങളെക്കാൾ ഉപരി കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ചെങ്ങാത്ത താല്പര്യങ്ങളാണ് ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കേദാർനാഥ്, സോൻ പ്രയാഗ് റോപ്പ് വേയുടെ 4081 കോടി രൂപയുടെ കരാർ ലഭിച്ചത് മോദിയുടെ ഉറ്റമിത്രം അഡാനിക്കാണെന്നത് ഇത്തരം വിനാശകരമായ പദ്ധതികളുടെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു. സാമ്പത്തിക വളർച്ചയുടെയും വികസനത്തിന്റെയും പേരിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഇരകൾ സാമാന്യ ജനങ്ങളും പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയുമാണ്. പദ്ധതികളുടെ പേരിൽ രാജ്യത്തുടനീളം കുടിയിറക്കപ്പെടുന്നത് 10,000-കണക്കിന് കുടുംബങ്ങളാണ്. അവർക്ക് മതിയായ നഷ്ടപരിഹാരമോ പുനരധിവാസമോ നിഷേധിക്കപ്പെടുന്നു. അതേ ജനങ്ങൾ തന്നെയാണ് അനുദിനം സംഭവിക്കുന്ന മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തങ്ങളുടെ ഇരകളായി മാറുന്നതും. അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും വികാസ് പുരുഷൻ തെല്ലും തയ്യാറല്ലെന്ന് കേരള ജനത നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തോട് മാത്രമുള്ള അവഗണനയായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ ജനങ്ങളുടെ അനുഭവം ഇരകളോടുള്ള നിർദ്ദയവും പുച്ഛവും നിറഞ്ഞതുമായ ഭരണകൂട സമീപനമാണ് വ്യക്തമാക്കുന്നത്. ഉത്തരാഖണ്ഡിൽ സെപ്റ്റംബറിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് 11-ന് നിശ്ചയിച്ചിരുന്ന ഗവേഷണം
പ്രകാശമാനമായ അന്തരീക്ഷത്തിലും മോശം കാലാവസ്ഥയുടെ പേരിലും റദ്ദാക്കിയ മോദി തെരഞ്ഞെടുക്കപ്പെട്ട ചിലരെ ഡെറാഡൂൺ വിമാനത്താവളത്തിൽ കണ്ട് മടങ്ങുകയായിരുന്നു. സംസ്ഥാനം ആവശ്യപ്പെട്ട 5300 കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജിന് പകരം അനുവദിച്ചതാകട്ടെ കേവലം 1200 കോടിയും. ഇതാണ് മോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്.